അസോള അസോള എന്ന് ഇന്റർനെറ്റിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന റിസൾട്ടിലധികവും വളർത്തുമൃഗങ്ങൾക്ക് നൽകാവുന്ന ഒരു ഉത്തമ കാലിത്തീറ്റ എന്ന നിലയിലുള്ള വിവരങ്ങളായിരിക്കും. എന്നാൽ അതിലും മഹത്തായ ഒരു റോൾ അസോള നമ്മുടെ ഗ്രഹത്തിൽ നിർവഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് സാധ്യമാകുന്ന അനേക കാരണങ്ങളിൽ ഒന്നുകൂടിയാണ് അസോള സസ്യമെന്ന് എത്ര പേർക്കറിയാം? ഏകദേശം 50 കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വളരെ കൂടുതലായിരുന്നു. അത് 3000 മുതൽ 9000 വരെ ദശലക്ഷത്തിലൊരംശം ppm ആയിരുന്നു. ക്രമേണ ആ അളവ് കുറഞ്ഞു വന്നു. കഴിഞ്ഞ 10000 വർഷങ്ങളായി, അതായത് 18ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 250 ppm ആയിരുന്നു. വ്യാവസായിക വിപ്ലവം ആരംഭിച്ചതോടെ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിൽ വലിയ തോതിൽ ഉയർച്ച സംഭവിച്ചു. 421 ppm വരെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ ഉയർന്നു. കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് എന്നിവയെല്ലാം കത്തിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഇനിയും ഉയരുക തന്നെ ചെയ്യും. ഇയോസിൻ കാലഘട്ടത്തിന്റെ മധ്യത്തിൽ, അതായത് ഏതാണ്ട് 5 കോടി വർഷങ്ങൾക്ക് മുൻപ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 3000 മുതൽ 9000 ppm ആയിരുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അക്കാലത്ത് ആർട്ടിക് സമുദ്രം ഒരു വലിയ ശുദ്ധജല തടാകം പോലെയായിരുന്നു. മറ്റു സമുദ്രങ്ങളിൽ നിന്നും വേറിട്ട് ബെൽജിയത്തിലുള്ള കരിങ്കടലിന് സമാനമായ രീതിയിൽ ഉപ്പുവെള്ളത്തിന് പകരം ശുദ്ധജലത്താൽ സമ്പന്നമായിരുന്നു ആർട്ടിക് സമുദ്രം. ഇവിടെ ഇന്ന് കാണുന്ന അസോളയുടെ അതേ ജനുസിലുള്ള മറ്റു ചില സ്പീഷീസുകൾ ആർട്ടിക് സമുദ്രത്തിൽ കാണപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ലഭ്യമായ സമൃദ്ധമായ മഴ നദികളെ നിറഞ്ഞൊഴുകാൻ സഹായിച്ചു. ഇങ്ങനെ നദികളിലൂടെ ഫോസ്ഫറസ് മുതലായ മൂലകങ്ങൾ വലിയ തോതിൽ സമുദ്രത്തിലെത്തിച്ചേരുകയും അസോളയ്ക്ക് വളരെ വേഗം വളരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. അതേസമയം തന്നെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വലിയ തോതിലുള്ള അളവും അസോളയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തി. തുടർന്നുള്ള 8 ലക്ഷം വർഷക്കാലം അസോളയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതായിരുന്നു. തുടർച്ചയായി ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന അസോള ക്രമേണ തടാകത്തിനടിയിലേക്ക് താഴുകയും അവിടെ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ അഴുകിപ്പോകാതെ നിലനിൽക്കുകയും ചെയ്തു. നദികളിലൂടെ വന്ന മണ്ണും അവശിഷ്ടവുമെല്ലാം ഈ അസോളയുടെ മുകളിൽ നിക്ഷേപിക്കപ്പെടുകയും അതങ്ങനെ നിരവധി അടുക്കുകളായി ലക്ഷക്കണക്കിന് വർഷങ്ങളോളം തടാകത്തിന്റെ അടിയിൽ നിലകൊള്ളുകയും ചെയ്തു. അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും കാർബൺ വലിച്ചെടുത്ത് ഈ പ്രക്രിയ ത്വരിതപ്പെട്ടു. എന്നാൽ അതേസമയം ഈ പ്രക്രിയയിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 8 ലക്ഷം വർഷം കൊണ്ട് 3500 ppm നിന്നും 650 ppm കുറഞ്ഞു. അസോളയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്നും സ്വയം നൈട്രജൻ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ആവശ്യമായ ഫോസ്ഫറസ് കൂടി ലഭിക്കുകയാണെങ്കിൽ ഒരേക്കറിൽ നിന്നും ഒരു വർഷം ഏകദേശം 1 ടൺ നൈട്രജനും 6 ടൺ കാർബണും വലിച്ചെടുക്കാൻ അസോള എന്ന അത്ഭുത സസ്യത്തിന് സാധിക്കും. അനുകൂല അന്തരീക്ഷത്തിൽ അസോളയുടെ വളർച്ച വളരെ വേഗത്തിലാണ്. ഇയോസിൻ കാലത്ത് ധ്രുവപ്രദേശത്തു നിന്നും 24 മണിക്കൂർ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയും മിതമായ ചൂടും അന്തരീക്ഷത്തിൽ ധാരാളമുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യവും അനുകൂലമായ ഒരവസ്ഥ സൃഷ്ടിച്ചതിനെ തുടർന്ന് 2-3 ദിവസം കൊണ്ട് തന്നെ ഇരട്ടിയോളം വളരാൻ അസോളയ്ക്ക് സാധിച്ചു. വളരെ വേഗത്തിൽ വളർന്നതിനെ തുടർന്നുണ്ടായ ജൈവപിണ്ഡമെല്ലാം തടാകത്തിനടിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടുവരുന്നു. 8 ലക്ഷം വർഷങ്ങൾ കൊണ്ട് 40 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് സംഭവിച്ച അസോളയുടെ വളർച്ച അസോള ഇവന്റ് എന്ന് അറിയപ്പെട്ടു. ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ 80% കാർബൺ ഡൈ ഓക്സൈഡും നീക്കം ചെയ്യപ്പെട്ടു. ഭൂമി കൂടുതൽ തണുത്തു. ആർട്ടിക് പ്രദേശം 13 ഡിഗ്രിയിൽ നിന്നും 9 ഡിഗ്രി താപനിലയിലേക്ക് എത്തിച്ചേർന്നു. ആ മാറ്റം ലോകമെമ്പാടുമുണ്ടായി. ഗ്രീൻ ഹൗസ് കാലഘട്ടത്തിൽ നിന്നും ഐസ് ഹൗസ് കാലത്തിലേക്കുള്ള ഒരു തുടക്കമായിരുന്നു അത്. ആർട്ടിക് പ്രദേശത്ത് കടലിനടിയിൽ 400 മീറ്ററോളം കുഴിച്ചു നോക്കിയ ഒരു അന്താരാഷ്ട്ര ഗവേഷണ സംഘത്തിന്റെ പര്യവേഷണങ്ങളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായത്. തണുത്തുറഞ്ഞു കിടക്കുന്ന ആർട്ടിക് പ്രദേശത്തെ ഗവേഷണങ്ങൾ എളുപ്പമായിരുന്നില്ല. 2004 ഗവേഷകർ
ഐസ് തകർക്കാൻ ശേഷിയുള്ള കപ്പലുകളുമായി ചെന്ന് സൈബീരിയയ്ക്കും ഗ്രീൻലാൻഡിനുമിടയിലുള്ള കടലിനടിയിൽ നിന്നും 400 മീറ്റർ ആഴത്തിൽ കുഴിച്ച് ധാതുക്കളുടെയും ഫോസിലുകളുടെയും അടുക്കുകൾ ശേഖരിച്ചു. ആ സാമ്പിളുകളിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും നിറഞ്ഞിരുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഭൂമിയുടെ ഭാവി എന്തൊക്കെയാണെന്ന് പ്രവചിക്കാനാകുമെന്നും ശാസ്ത്രകാരന്മാർ കരുതുന്നു. അസോള ശേഖരം എന്നാൽ പെട്രോളിയം ശേഖരം തന്നെയാവാം. ആർട്ടിക്കിലെ ഭൂമിക്കടിയിൽ ഇത്തരത്തിൽ വലിയ തോതിൽ പെട്രോളിയം ശേഖരം കണ്ടെത്തിയിട്ടുണ്ട്. ജീവൻ നിലനിൽക്കാൻ ആവാത്തത്ര കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും ജീവനെ പിന്തുണയ്ക്കാൻ ആവശ്യമായ നേർത്ത സാന്ദ്രതയിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ എത്തിച്ച അസോള പ്രക്രിയയുടെ അനന്തരഫലമാണ് ഈ കാർബൺ ശേഖരം. രാജ്യങ്ങൾ ഈ പെട്രോളിയം വീണ്ടെടുക്കാനാകുമോ എന്ന ഗവേഷണത്തിലാണ്. നെതർലാൻഡ് ഇക്കാര്യത്തിൽ ഒരു ഗവേഷക സംഘത്തെ തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അമിതമായ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യത്തെ അന്തരീക്ഷത്തിൽ നിന്നും തുടച്ചുമാറ്റിയ അസോള പെട്രോളിയം രൂപത്തിൽ കുഴിച്ചെടുത്ത് കത്തിക്കുമ്പോൾ വീണ്ടും അന്തരീക്ഷത്തിൽ കാർബൺ സാന്നിധ്യം വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മനുഷ്യരാശിക്ക് ആവശ്യമായ ഇന്ധനത്തിൻ്റെ സ്രോതസ്സ് കാർബൺ അല്ലാതെ മറ്റൊരു ഉപാധിയിലേക്ക് കൂടി മാറി ചിന്തിക്കാൻ സാധിക്കുന്ന കാലത്തെ ഭൂമിയിൽ ജീവൻ നിലനിർത്താനുള്ള പ്രക്രിയ കൂടുതൽ ഫലവത്താവുകയുള്ളൂ.